അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായിരിക്കുന്നു. പഞ്ചായത്ത് അറിയാതെയാണ് കൃഷ്ണരാജിനെ നിയമിച്ചതെന്ന മുസ്ലിം ലീഗിന്റെ വാദം തെറ്റാണെന്ന രേഖകൾ. വഴിക്കടവ് പഞ്ചായത്ത് തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് റിപ്പോർട്ടറിന് ലഭിച്ചു. തീരുമാനം നടപ്പിലാക്കാൻ പഞ്ചായത്ത് യോഗം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ കാര്യം മിനിറ്റ്സിലുണ്ട്. 31/12/2024 അതായത് കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി കൂടിയ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. ഒരു കേസിന് ഫീസായി 50,000 രൂപ നൽകാനും ധാരണയുണ്ടായിരുന്നു. CPM നേതാവ് ഷെറോണ റോയിയുടെ ഭർത്താവ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ച സമയത്ത് നടത്തിയ നിയമനം എന്നായിരുന്നു ലീഗിന്റെ വാദം. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് റഹീസ് റഷീദാണ്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. ഇന്നലെ നമ്മൾ ഈ കാര്യം ലീഗ് പ്രതിനിധികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെടുത്ത പ്രതിരോധം ഇത് പഞ്ചായത്ത് അറിയാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ താല്പര്യപ്രകാരമാണ് ഈ കൃഷ്ണരാജിനെ നിയമിച്ചത് എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മിനിറ്റ്സിലെ രേഖകൾ പറയുന്നത് മറിച്ചല്ലേ റഹീഷ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. മുസ്ലിം ലീഗ് നേതാക്കളുടെ വാദം പൂർണ്ണമായും പൊളിയുന്ന രേഖയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ലീഗ് നേതാക്കൾ, ലീഗ് അണികൾ മുഴുവൻ പ്രതിരോധം തീർത്തത് അത് പഞ്ചായത്ത് അറിയാതെ എടുത്ത ഒരു തീരുമാനമാണ്. ആ സമയത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലായിരുന്നു. പകരം നിലമ്പൂർ BDO ആയ ഷെറോണ റോയിയുടെ ഭർത്താവായ സന്തോഷാണ് ഈ തീരുമാനമെടുത്തത് എന്നതായിരുന്നു ലീഗിൻ്റെ പ്രതിരോധം. പക്ഷേ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ പോയപ്പോൾ ഈ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കിട്ടി. കഴിഞ്ഞ വർഷത്തെ അവസാന ദിവസം, അതായത് ഡിസംബർ 31-ാം തീയതി വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനമാണിത്. ആ ഭരണസമിതി തീരുമാനമെടുത്തതിന് ശേഷം അത് നടപ്പിലാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതാണ് ഈ മിനിറ്റ്സിൽ കാണുന്നത്. സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണത്. പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുക്കുന്നു, അത് നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അങ്ങനെ തന്നെ കൃത്യമായ ഏത് രീതിയിലാണോ ഉദ്യോഗസ്ഥനെ ഭരണസമിതി തീരുമാനിച്ചത് ആ രീതിയിൽ തന്നെ, കൃത്യമായ രീതിയിൽ തന്നെയാണ് വന്നത്. ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു റോളുമില്ല. പകരം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന, കോൺഗ്രസ്സുകാരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് തന്നെയാണ് ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമെന്ന് മിനിറ്റ്സിൽ കണ്ടാൽ മനസ്സിലാകും. ഒപ്പം 50,000 രൂപയാണ് ഒരു കേസിന് ഫീസായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള മറ്റു ദിവസങ്ങളിലെ മിനിറ്റ്സ് രേഖകൾ പരിശോധിക്കുമ്പോൾ അക്കാര്യം വ്യക്തമാകും. പഞ്ചായത്തിന് 15,000 രൂപയാണ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുക. ആ പണം പഞ്ചായത്ത് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പണം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടാണ് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് കൊടുക്കേണ്ടത്. അതിനുള്ള അനുമതി വാങ്ങി പണം പെട്ടെന്ന് വാങ്ങിക്കൊടുക്കാനുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിന്നീടുള്ള ദിവസങ്ങളിലെ മിനിറ്റ്സിൽ പറയുന്ന കാര്യങ്ങളും നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്.